നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണം, പ്രകാശ വിസരണം. പ്രകാശത്തിൻ്റെ പ്രതിപതനം. പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 3,00,000 km/s. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമർ. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കൽസൺ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം അല്ലെങ്കിൽ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ആൻസ്ട്രോം, മീറ്റർ, നാനോമീറ്റർ. പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡല. പ്രകാശത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെയാണ്, അതായത് പ്രകാശ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ. വ്യക്തമായ കാഴ്ചയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2015. കണ്ടെത്തലുകൾ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെർട്സ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ 1675. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രെണൽ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗത കൂടുതലായിരിക്കും. മാധ്യമം പ്രകാശവേഗം. ശൂന്യത 3×10⁸ മീറ്റർ/സെക്കൻഡ്. ജലം 2.25×10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ് 2×10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രം 1.25×10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രം. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രതിപതന നിയമങ്ങൾ. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനക്കോണും പ്രതിപതനക്കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിന് വരയ്ക്കുന്ന ലംബവും ഒരേ തരത്തിലായിരിക്കും. പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം, റിഫ്ലക്ഷൻ. പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം, റിഫ്ലക്ഷൻ. വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം. ഒരു സുതാര്യ മാധ്യമത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ നിന്ന് പ്രതിപതിച്ചെത്തുന്ന രശ്മികൾ നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് ആ വസ്തു ദൃശ്യമാകുന്നത്. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങൾ പതനകിരണങ്ങൾ, ഇൻസിഡൻറ്റ് റേ. പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിപതന കിരണം, റിഫ്ലക്റ്റഡ് റേ. സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പ്രതിപതനം. ക്രമപ്രതിപതനം നടക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ.
മിനുസവും ക്രമവുമായ പ്രതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ പ്രതിപതനത്തിന് ശേഷമുള്ള പ്രകാശരശ്മികൾ സമാന്തരമായി കടന്നു പോകുന്നതാണ് ക്രമപ്രതിപതനം. ഇവിടെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നു. മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പതിക്കുന്നത് വിസരിത പ്രതിപതനം. ഇവിടെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നില്ല. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപതനമാണ്. ഇത് വിസരണം എന്ന് അറിയപ്പെടുന്നു. അപവർത്തനം, റിഫ്രാക്ഷൻ. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം അപവർത്തനമാണ്. പ്രിസത്തിൽ ചരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് അപവർത്തനമാണ്. ഒരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പാത ലംബത്തിൽ നിന്ന് അകലുന്നു. ഉദാഹരണം, ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുകയാണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഉദാഹരണം, വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക്. അന്തരീക്ഷത്തിലെ പല അടുക്കുകളുടെയും സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് താപനിലയുള്ള വ്യതിയാനം മൂലമാണ്. അപവർത്തനം സംഭവിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തി മാറുന്നില്ല. അപവർത്തന നിയമം, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. പതനക്കോൺ, അപവർത്തന കോൺ. വിഭജന തലത്തിൽ പതന ബിന്ദുവിൽ വരച്ച ലംബം എന്നിവ ഒരേ തരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സ്നെയിൽസ് നിയമം. പതനക്കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില sin i / sin r ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഇതാണ് സ്നെയിൽസ് നിയമം. ഈ സ്ഥിരസംഖ്യയെ പറയുന്നത് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യ അപവർത്തനാങ്കം. അപവർത്തനാങ്കം n = ശൂന്യതയിലെ പ്രകാശവേഗത c/ മാധ്യമത്തിലെ പ്രകാശവേഗത v. അപവർത്തനാങ്കം തുല്യമായ മാധ്യമങ്ങളിൽ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കൂടുമ്പോൾ അപവർത്തനാങ്കം കുറയുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ അപവർത്തനാങ്കം n എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കുകയില്ല. മാധ്യമത്തിൻ്റെ പ്രകാശ സാന്ദ്രത വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അപവർത്തനാങ്കം വ്യത്യാസപ്പെടുന്നു. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. കേവല അപവർത്തനാങ്കം സാധാരണമായി അപവർത്തനാങ്കം എന്നാണ് അറിയപ്പെടുന്നത്. മാധ്യമം അപവർത്തനാങ്കം. വായു 1.0003, ഐസ് 1.31, ജലം 1.33, ആൽക്കഹോൾ 1.36, മണ്ണെണ്ണ 1.44, സൺഫ്ലവർ ഓയിൽ 1.47, പൈറക്സ് ഗ്ലാസ് 1.47, ഗ്ലിസറിൻ 1.47, ടർപ്പെയിൻ ഓയിൽ 1.47, ബെൻസിൻ 1.50, ക്രൗൺ ഗ്ലാസ് 1.52, ഗ്ലാസ് 1.52, ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62, റൂബി 1.71, വജ്രം 2.42. അന്തരീക്ഷ അപവർത്തനം, അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ.
പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നതിനാൽ പ്രകാശ സ്രോതസ്സ് മിന്നുന്നതായി തോന്നും. നക്ഷത്രങ്ങൾ വളരെ അകലെയായതിനാൽ അത് ഒരു ബിന്ദു സ്രോതസ്സ് പോലെ അനുഭവപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞ് കണ്ണിലെത്തുമ്പോൾ മറ്റു പല ബിന്ദുക്കളിൽ നിന്നും വരുന്നത് പോലെ തോന്നും. ഇത് നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണമാകുന്നു. പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതനക്കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. മരുഭൂമികളിൽ മരീചിക അല്ലെങ്കിൽ മിറേജ് എന്ന പ്രതിഭാസമുണ്ടാകുവാൻ കാരണം പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഫാറ്റ മൊർഗാന എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് മരീചികയുമായിട്ടാണ്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതനക്കോൺ ക്രിറ്റിക്കൽ കോണാണ്. ജലത്തിലെ ക്രിറ്റിക്കൽ കോൺ അളവ് 46.6 ഡിഗ്രി. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ അളവ് 42 ഡിഗ്രി. ജലത്തിൽ നിന്ന് 45 ഡിഗ്രി കോൺ അളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാനന്തര പ്രതിപതനം സംഭവിക്കുന്നില്ല. കാരണം 45 ഡിഗ്രി എന്നത് ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോൺ അളവിനേക്കാൾ കുറവാണ്. പതനക്കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ് പൂർണ്ണാനന്തര പ്രതിപതനം സംഭവിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നാരുകൾ ആണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവാണ് നരീന്ദർ സിംഗ് കപാനി. ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. മെഡിറ്ററേനിയൻ കടലിന് സമീപമുള്ള മെസ്സിന പട്ടണത്തിൽ നിന്നുള്ള പ്രകാശം രാത്രികാലത്ത് അന്തരീക്ഷത്തിൽ വച്ച് പൂർണ്ണാന്തര പ്രതിപതനത്തിന് വിധേയമായി അതിൻ്റെ പ്രതിച്ഛായ ആകാശത്ത് ഉയർന്നു കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഒപ്റ്റിക്കൽ ലൂമി. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപതിക്കാൻ കാരണം പൂർണ്ണാന്തര പ്രതിപതനമാണ്. സൂര്യപ്രകാശം ജലകണികകൾ കൂടി കടന്നു പോകുമ്പോൾ വിധേയമാകുന്ന പ്രതിഭാസങ്ങൾ അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിഫലനം, പ്രകീർണം എന്നിവയാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ: ചികിത്സാരംഗത്ത് എൻഡോസ്കോപ്പ്, വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, ഓട്ടോമോട്ടീവ് റെയിൽ സെൻസറുകൾ, ക്യാമറയോടനുബന്ധിച്ചുള്ള ടച്ച് സ്ക്രീനുകൾ. ലെൻസ് ഗോളോപരിതലങ്ങളിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ലെൻസുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ: വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ്, മാഗ്നിഫൈഡ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ്, ബോണിംഗ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ്, ക്യാമറ, പ്രൊജക്ടർ, മൾട്ടി ജംഗ്ഷൻ സോളാർ സെല്ലുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ: വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ്, ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നു. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ, സമജനക്ഷമത. കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസാണ് ഉത്തല ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് സംരചന ലെൻസ് അല്ലെങ്കിൽ കൺവേർജിംഗ് ലെൻസ് എന്ന് അറിയപ്പെടുന്നു.
കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. റിയൽ ആൻഡ് ഇൻവെർട്ടഡ്, മിഥ്യയും നിവർന്നതും. വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. കോൺകേവ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടികൂടിയതുമായ ലെൻസ് അവതല ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കടന്നുപോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് വിവർജന ലെൻസ്, ഡൈവേർജിംഗ് ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. സി. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു, പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ. പി. ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖ മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. മുഖ്യ ഫോക്കസ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എഫ് എന്ന് പറയുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. പ്രകാശരശ്മിയുടെ പാത പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും വ്യതിയാനം സംഭവിക്കുന്നില്ല. പ്രകാശരശ്മിയുടെ പാത മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുമ്പോൾ കോൺവെക്സ് ലെൻസിൽ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിൽ അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതായി തോന്നുന്നു. ഫോക്കസ് ദൂരം. ഒരു ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം എഫ്. ഒരു കോൺവെക്സ് ലെൻസ് ജലത്തിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് ദൂരം കൂടുന്നു. ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം 1/f = 1/v - 1/u. v ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം, u ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവാണ്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. ഒരു ലെൻസിന് മുന്നിൽ ഒരു വസ്തു വിവിധ സ്ഥാനങ്ങളിലായി വയ്ക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ഉയരം വ്യത്യസ്തമായിരിക്കും. ലെൻസിൻ്റെ പവർ. ഒരു ലെൻസിന് പ്രകാശത്തെ സംവ്രജിപ്പിക്കാനോ വിഭ്രജിപ്പിക്കാനോ ഉള്ള ശേഷിയാണ് പവർ. ചെറിയ ഫോക്കസ് ദൂരമുള്ള ലെൻസിൽ പ്രകാശരശ്മികൾ കൂടുതൽ വളയുന്നു, അതായത് കോൺവെക്സ് ലെൻസിൽ കൂടുതൽ സംവ്രജിക്കുകയും കോൺകേവ് ലെൻസിൽ കൂടുതൽ വിഭർജിക്കുകയും ചെയ്യുന്നു. ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ് ലെൻസിൻ്റെ പവർ. പവർ P = 1/f × m = 100/f × cm. കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം. വസ്തുവിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. അനന്തതയിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫ്, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് വളരെ ചെറുത്. എഫിന് അപ്പുറം പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും 2f ഇടയിൽ, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് ചെറുത്. 2f പ്രതിബിംബത്തിൻ്റെ സ്ഥാനം 2f, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് തുല്യ വലിപ്പം. എഫിനും 2f ഇടയിൽ, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം 2f അപ്പുറം, പ്രത്യേകത യഥാർത്ഥം തലകീഴായത് വലുത്. എഫിൽ
പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അനന്തതയിൽ, പ്രത്യേകത യഥാർത്ഥം തല കീഴായത് വളരെ ചെറുത്. എഫിനും ലെൻസിനും ഇടയിൽ സ്ഥാനം വസ്തുവിൻ്റെ അതേ വശത്ത്, പ്രത്യേകത മിഥ്യ നിവർന്നത് വലുത്. ലെൻസിൻ്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റാണ് ഡയോപ്റ്റർ ഡി. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവാണ്, കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ്. ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായി തോന്നുന്നു. മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്നു. അനന്തതയിലുള്ള ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ സമാന്തരമാണെന്ന് കണക്കാക്കുന്നു. ദർപ്പണം. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലമാണ് ദർപ്പണം അല്ലെങ്കിൽ മിറർ. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം, പ്ലെയിൻ മിറർ. സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് മുഖം നോക്കുവാൻ, കാലഡോസ്കോപ്പ് നിർമ്മിക്കാൻ, പെരിസ്കോപ്പ് നിർമ്മിക്കാൻ. ഒരു ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ പതനരശ്മി അറിയപ്പെടുന്നത് പതനകിരണം, ഇൻസിഡൻറ്റ് റേ എന്നാണ്. ഒരു ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മി പ്രതിപതന കിരണം, റിഫ്ലക്റ്റഡ് റേ. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതനബിന്ദുവിൽ വരയ്ക്കുന്ന രേഖ ലംബം അല്ലെങ്കിൽ നോർമൽ. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോൺ പ്രതിപതന കോൺ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രതിപതനം സംഭവിച്ച രശ്മികൾ നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ ആണ്. പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്ന തലങ്ങൾ. സമതലാദർപ്പണം, മിനുസമായ വക്രതലങ്ങൾ. ചുമരിലോ സ്ക്രീനിലോ പതിക്കാൻ കഴിയുന്നതും പ്രതിബിംബത്തിൻ്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നേരിട്ടളക്കാൻ കഴിയുന്നതുമായ പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം, റിയൽ ഇമേജ്. പ്രത്യേക തരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ദർപ്പണം ആണ് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നു എന്നതാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുമായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയാത്തതും പ്രതിബിംബത്തിൻ്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ഉയരവും നേരിട്ടളക്കാൻ കഴിയാത്തതും എന്നാൽ ദർപ്പണത്തിനുള്ളിൽ കാണുന്നതുമായ പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം, വെർച്വൽ ഇമേജ്. കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യം ആണ്, ലാറ്ററൽ ഇൻവേർഷൻ. ഉദാഹരണം, ആംബുലൻസിൻ്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ പാർശ്വിക വിപര്യം ഉള്ളതിനാൽ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ വായിക്കുന്നതിന് വേണ്ടിയാണ് ആംബുലൻസ് എന്ന് മുൻഭാഗത്ത് തിരിച്ചെഴുതിയിരിക്കുന്നത്. പുസ്തകം കണ്ണാടിക്ക് മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യം ആണ്. സൂത്രക്കണ്ണാടി ട്രിക്ക് മിറർ ആയി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ ദർപ്പണം ആണ്. ദർപ്പണം, അതിൻ്റെ ഉപയോഗവും പ്രത്യേകതയും. കോൺവെക്സ് ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം. പ്രത്യേകത, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. കോൺകേവ് ദർപ്പണം, ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്റ്റർ. പ്രത്യേകത, വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിപ്പിക്കാനുള്ള കഴിവ്. സമതല ദർപ്പണം, മുഖം നോക്കാൻ കാലഡോസ്കോപ്പ് നിർമ്മിക്കാം. പ്രത്യേകത, വസ്തുവിന് സമാനമായ പ്രതിബിംബം, ആവർത്തന പ്രതിപതനം.
ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ, സ്പെറിക്കൽ മിറേഴ്സ്. ഗോളീയ ദർപ്പണങ്ങൾ രണ്ട് തരമുണ്ട്: കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. കോൺകേവ് ദർപ്പണം പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ്. യഥാർത്ഥ പ്രതിബിംബം സാധ്യമാവുന്ന ദർപ്പണം, നിവർന്നതും വലുതുമായ പ്രതിബിംബം. കോൺവെക്സ് ദർപ്പണം പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ചെറുതും മിഥ്യയും നിവർന്നതും കൂടുതൽ വിസ്തൃതി ലഭ്യമായതുമായ പ്രതിബിംബം. കോൺവെക്സ് ലെൻസ് ഉപയോഗങ്ങൾ: സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു. റിയർ വ്യൂ മിറർ സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കോൺകേവ് ദർപ്പണം ടോർസിലെ റിഫ്ലക്ടർ, ഷേവിംഗ് മിറർ, സോളാർ കുക്കറിൽ, സിനിമ പ്രൊജക്ടറുകളിൽ, മേക്കപ്പ് മിറർ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് ലൈറ്റുകളിൽ, കാറിലെ ഹെഡ് ലൈറ്റ്. വാഹനങ്ങൾ റിയർ വ്യൂ മിറർ ആയി കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കാൻ കാരണം കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി, ഫീൽഡ് ഓഫ് വ്യൂ. മുഖ്യ ഫോക്കസ്: ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ദർപ്പണവുമായി ബന്ധപ്പെട്ട പദങ്ങൾ: ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രം വക്രതാകേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ, സി. വക്രതാകേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രതാ ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ, ആർ. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലം, ഫോക്കസ് ദൂരം, എഫ്. ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം, ആർപെച്ചർ. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു, പോൾ. വക്രതാകേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ, മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിപതന നിയമങ്ങൾ: പതനരശ്മി, പ്രതിപതനരശ്മി, പതന ബിന്ദുവിൽ പ്രതിപതന തലത്തിൽ വരയ്ക്കുന്ന ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ആവർത്തനം: പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം, മാഗ്നിഫിക്കേഷൻ. വസ്തുവിൻ്റെ ഉയരത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം. ആവർത്തനം = പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡ് ബൈ വസ്തുവിൻ്റെ ഉയരം, HI/HO. യൂണിറ്റില്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. വസ്തുവിലേക്കുള്ള അകലം u എന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം v എന്നും പരിഗണിച്ചാൽ ആവർത്തനം ലെൻസിൽ v/uവും ദർപ്പണത്തിൽ -v/uവും ആണ്. ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായും പരിഗണിക്കണം. ആവർത്തനം പോസിറ്റീവായാൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതും ആയിരിക്കും. ആവർത്തനം നെഗറ്റീവായാൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും. ആവർത്തനത്തിൻ്റെ കേവല വില 1നേക്കാളും ചെറുതാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ആവർത്തനത്തിൻ്റെ കേവല വില 1നേക്കാളും വലുതാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ആവർത്തനത്തിൻ്റെ കേവല വില 1 ആണെങ്കിൽ പ്രതിബിംബവും വസ്തുവും ഒരേ വലിപ്പമായിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി: ലെൻസ്, മിറർ എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ദൂരം അളക്കുന്ന രീതിയാണ്
ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യങ്ങളെ ഏകീകരിക്കാൻ രൂപീകരിച്ച രീതിയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ന്യൂ കാർട്ടീഷ്യൻ രീതിയിൽ എല്ലാ അളവുകളും അളക്കേണ്ടത് മൂലബിന്ദുവിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നാണ്. ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തെയാണ് മൂലബിന്ദുവായി കണക്കാക്കുന്നത്. പ്രകാശരശ്മി സഞ്ചരിക്കുന്നതായി കണക്കാക്കുന്നത് ഇടത്തുനിന്നും വലത്തോട്ടാണ്. പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരം പോസിറ്റീവും പ്രകാശരശ്മിയുടെ എതിർദിശയിൽ അളക്കുന്നവ നെഗറ്റീവും ആയിരിക്കും. മുഖ്യ അക്ഷത്തിന് ലംബമായി മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും മുഖ്യ അക്ഷത്തിന് ലംബമായി താഴേക്കുള്ള ദൂരം നെഗറ്റീവും ആയിരിക്കും. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ ആയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം n = 360 ഡിഗ്രി / θ - 1. R = 2f എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം f = r/2. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം f, ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം r-ന്റെ പകുതി ആയിരിക്കും. കാഴ്ച. ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണിയിൽ കൂടിയാണ്, അല്ലെങ്കിൽ പ്യൂപ്പിളിൽ കൂടി. ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോൾ നാം വസ്തുക്കളെ കാണുന്നു. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ കിട്ടുന്ന കുറഞ്ഞ ദൂരത്തെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയുന്നു. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാകാൻ ഫാർ പോയിന്റ് മുതൽ നിയർ പോയിന്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ വ്യക്തമായി രൂപീകരിക്കണം. നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമജ്ഞനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവ്, ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതൽ എന്നിവയാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ ഓർ നിയർ സൈറ്റ്ഡ്നെസ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കുകയില്ല, കണ്ണിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവ്, ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവ്. വെള്ളെഴുത്ത്, പ്രസ് ബയോപ്പിയ. പ്രായമായവരുടെ കണ്ണുകൾക്കുള്ള ഒരു ന്യൂനതയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറവാണ്. സീലിയറി പേശികളുടെ ക്ഷമത കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്നതാണ് വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ത്രിമാന കാഴ്ച. 2 കണ്ണുകളും ഉപയോഗിച്ചുള്ള കാഴ്ചയാണ് പൂർണ്ണതയുള്ളത്. ഒരു കണ്ണുകൊണ്ട് 150 ഡിഗ്രി കോൺ അളവിലുള്ള ഒരു ദ്വിമാന തലത്തിലുള്ള കാഴ്ച മാത്രമേ സാധ്യമാകൂ. 2 കണ്ണുകൊണ്ടും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ 180 ഡിഗ്രി കോൺ അളവിൽ വിസ്തൃതമായ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നു.
രണ്ട് കണ്ണിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ച് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി ഉളവാക്കുന്നത് തലച്ചോറാണ്. നേത്രദാനം. കാഴ്ചശക്തി ഇല്ലാത്തവരെ കാഴ്ചയുടെ ലോകത്തേക്ക് കൈ പിടിച്ചുയർത്താൻ നേത്രദാനത്തിലൂടെ സാധിക്കും. കൊർണിയ മാറ്റിവയ്ക്കുന്നതിലൂടെ കാഴ്ചശക്തി കിട്ടുന്നു. ഏത് പ്രായക്കാർക്കും നേത്രദാനം നടത്താം. പ്രകാശ പ്രകീർണം, പ്രകാശ വിസരണം. പ്രകീർണം, ഡിസ്പേർഷൻ. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമുന്നിത പ്രകാശം, കോമ്പോസൈറ്റ് ലൈറ്റ്. സമുന്നിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണം. പ്രകീർണത്തിന് കാരണം ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. പ്രകീർണ ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തിന് പറയുന്നത് വർണ്ണന രാജി, വിസിബിൾ സ്പെക്ട്രം എന്നാണ്. സമുന്നിത പ്രകാശത്തെ അതിൻ്റെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് പ്രിസം. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം കുറയും. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം കൂടും. പ്രിസത്തിൽ ചരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിൽ സംഭവിക്കുന്നത് അപവർത്തനമാണ്. സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം. പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. വിഭങ്കനം, ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം, സിഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എല്ലാം തന്നെ ഡിഫ്രാക്ഷൻ ആണ്. വ്യതികരണം, ഇൻ്റർഫെറൻസ്. ഒരേ സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫെറൻസ്. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബാർബ്യൂൾസ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫെറൻസ് ആണ്. ഹോളോഗ്രാഫി. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാഫി. ഹോളോഗ്രാഫിയുടെ പിതാവ് ഡെന്നിസ് ഗാബൂർ. ഹോളോഗ്രാഫി സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇൻ്റർഫെറൻസ്. വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനമാണ് വിസരണം. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം വിസരണമാണ്. ഉദയാസ്തമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം വിസരണമാണ്. ചുവപ്പ് നിറത്തിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ വിസരണം കുറവായിരിക്കും. അതിനാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ചുവപ്പ് നിറം നഷ്ടപ്പെടുന്നില്ല. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കുറഞ്ഞവ വയലറ്റ്, കടുംനീല, നീല. കൂടുതൽ വിസരണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ വയലറ്റ്, നീല, കടുംനീല. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണം. അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാവുകയില്ല. CV രാമൻ, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. കാലഘട്ടം 1888 മുതൽ 1970 വരെ. 1928 രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നു. രാമൻ പ്രഭാവം വിസരണവുമായി അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ദ്രാവകങ്ങളിലും ഖരപദാർത്ഥങ്ങളിലും വിദ്യുത്കാന്തിക വികിരണങ്ങൾക്ക് പ്രകീർണം സംഭവിക്കുമ്പോൾ
പ്രകീർണ വികരണത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ്. രാമൻ പ്രഭാവത്തിൻ്റെ കണ്ടെത്തലിൽ CV രാമനെ സഹായിച്ച ഇന്ത്യക്കാരനാണ് KS കൃഷ്ണൻ. ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് അദ്ദേഹം. 1954 രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചു. ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ടിൻഡൽ എഫക്റ്റ്. ഒരു കൊളോഡിയൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. കൊളോഡിയലിലെ കണികകൾ പ്രകാശത്തെ വിസരണം അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നതാണ് ടിൻഡൽ എഫക്റ്റ്. വിസരണത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് കൊളോഡിയലിലെ കണികകളുടെ വലിപ്പത്തെയാണ്. വാൽ നക്ഷത്രത്തിൻ്റെ വാൽ ദൃശ്യമാകാൻ കാരണം ടിൻഡൽ എഫക്റ്റാണ്. പോളറൈസേഷൻ. ഒരു നിശ്ചിത ദിശയിലേക്ക് അനുപ്രസ്ഥ തരംഗങ്ങളുടെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ കമ്പനങ്ങളെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ. പ്രകാശത്തിൻ്റെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട നിയമമാണ് ബ്രൂസ്റ്റേഴ്സ് നിയമം. സ്വാഭാവിക പോളറൈസിംഗ് പദാർത്ഥങ്ങൾക്കുദാഹരണമാണ് ടൂർമാലിൻ. പോളറോയിഡിൻ്റെ ഉപയോഗങ്ങൾ വിമാനങ്ങളുടെയും കാറുകളുടെയും ജനലുകളിൽ ഉപയോഗിക്കുന്നു, സൺഗ്ലാസിൽ ഉപയോഗിക്കുന്നു, ത്രിമാന ചലച്ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നു, ഓയിൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നു. പോളറോയിഡിന് ഉദാഹരണമാണ് നിക്കോൾ പ്രിസം. മഴവില്ല്. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമായ പ്രധാന പ്രതിഭാസമാണ് പ്രകീർണം. മഴവില്ല് ഉണ്ടാകുന്നതിനുള്ള മറ്റു പ്രതിഭാസങ്ങൾ അപവർത്തനം, പൂർണ്ണാന്തരീക പ്രതിഫലനം. സൂര്യൻ ആകാശത്ത് ഒരു വശത്ത് ജ്വലിക്കുകയും എതിർവശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് മഴവില്ല് പ്രത്യക്ഷമാകുന്നത്. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലക്കണികകൾ സംഭവിക്കുന്ന പ്രകീർണം മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. മഴക്കാലങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്ത് രാവിലെയും വൈകുന്നേര സമയങ്ങളിലുമാണ് മഴവില്ല് ദൃശ്യമാകുന്നത്. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ്. മഴവില്ലിലെ നിറങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പ്. മഴവില്ലിലെ 7 നിറങ്ങൾ തരംഗദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ചുവപ്പ്. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ. സൂര്യരശ്മിയുടെ സഞ്ചാര ദിശയുടെ അതേ ദിശയിലേക്ക് നോക്കുമ്പോൾ ആണ് ഒരു നിരീക്ഷകന് മഴവില്ല് കാണാൻ സാധിക്കുന്നത്. ജലകണികകളിൽ പതിക്കുന്ന രശ്മികൾ ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായിരിക്കും. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ച. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണം വയലറ്റ്. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ 40.8 ഡിഗ്രി. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ 42.8 ഡിഗ്രി. മഴവില്ലുണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായി ദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ആണ്. മഴവില്ല് അദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരിക്കുമ്പോൾ ആണ്. ഉച്ചസമയത്ത് മഴവില്ല് ഉണ്ടാകാത്തതിന് കാരണം സൂര്യനിൽ നിന്നുള്ള ലംബരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കാത്തത് കൊണ്ടാണ്. പ്രകാശരശ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ 2 പ്രാവശ്യം അപവർത്തനം സംഭവിക്കുന്നു. പ്രകാശരശ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ 1 പ്രാവശ്യം ആന്തര പ്രതിപതനം സംഭവിക്കുന്നു. 2 അപവർത്തനം പ്ലസ് 1 ആന്തരിക പ്രതിപതനം ഈക്വൽസ് പ്രാഥമിക മഴവില്ല്. 2 അപവർത്തനം പ്ലസ് 2 ആന്തരിക പ്രതിപതനം ഇസ് ഈക്വൽ ടു ദ്വിതീയ മഴവില്ല്. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാനക്കോൺ 54.2 ഡിഗ്രിയാണ്. ദ്വിതീയ മഴവില്ലിൽ പ്രകാശത്തിൻ്റെ തീവ്രത കുറവായതുകൊണ്ട് ഇത് പ്രാഥമിക മഴവില്ലിനെ അപേക്ഷിച്ച് നിറം മങ്ങിയതായി കാണപ്പെടുന്നു. ദ്വിതീയ മഴവില്ലിൽ വർണ്ണങ്ങളുടെ ക്രമം പ്രാഥമിക മഴവില്ലിൻ്റെ നേർ വിപരീതത്തിലുമാണ്. വയലറ്റാണ് ദ്വിതീയ മഴവില്ലിൽ മുകളിൽ രൂപപ്പെടുന്ന വർണ്ണം. ചുവപ്പാണ് ദ്വിതീയ മഴവില്ലിൻ്റെ താഴെയായി രൂപപ്പെടുന്ന വർണ്ണം.
വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. വർണ്ണം അതിൻ്റെ തരംഗദൈർഘ്യം. വയലറ്റ് 400 മുതൽ 440 വരെ, കടുംനീല 440 മുതൽ 460 വരെ, നീല 460 മുതൽ 500 വരെ, പച്ച 500 മുതൽ 570 വരെ, മഞ്ഞ 570 മുതൽ 590 വരെ, ഓറഞ്ച് 590 മുതൽ 620 വരെ, ചുവപ്പ് 620 മുതൽ 700 വരെ. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ 7 എണ്ണമാണ്. അന്നജ നിർമ്മാണത്തിന് കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങളാണ് ചുവപ്പും നീലയും. പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് പച്ച, നീല, ചുവപ്പ്. തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ ഘടകവർണ്ണമാണ് വയലറ്റ്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണം ചുവപ്പ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യുന്ന നിറം കറുപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ച് തോമസ് യങ് ആണ്. ധവളപ്രകാശമോ മറ്റു വർണ്ണങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഉചിതമായി ചേർക്കുന്ന നിറങ്ങൾ പച്ച, നീല, ചുവപ്പ്. മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല. 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെള്ള. പച്ച പ്ലസ് നീല പ്ലസ് ചുവപ്പ് = വെള്ള. ടെലിവിഷൻ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. അപകട സൂചനയ്ക്കുള്ള സിഗ്നലുകൾ ഉപയോഗിക്കുന്ന നിറം ചുവപ്പ്. സയൻറ്റിഫിക് ലബോറട്ടറികൾ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ ട്രാൻസ്പെറൻറ്റ് ഓബ്ജക്ട്സ്. ഉദാഹരണം ഗ്ലാസ്, ജലം. ആർട്ടിസ്റ്റിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, നീല, മഞ്ഞ. ചായങ്ങളുടെ പ്രാഥമിക വർണ്ണങ്ങൾ മജന്ത, മഞ്ഞ, സിയാൻ. പിഗ്മെൻറ്റുകളുടെ പ്രാഥമിക നിറങ്ങൾ മജന്ത, മഞ്ഞ, സിയാൻ. പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ, കറുപ്പ്. ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സിയാൻ. പച്ച പ്ലസ് ചുവപ്പ് മഞ്ഞ, നീല പ്ലസ് ചുവപ്പ് മജന്ത, പച്ച പ്ലസ് നീല സിയാൻ. പൂരക വർണ്ണങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടിച്ചേർന്ന് ധവളപ്രകാശം ലഭിക്കുന്നുവെങ്കിൽ ആ 2 വർണ്ണങ്ങളും പരസ്പരം പൂരക വർണ്ണങ്ങളാണ്. പച്ച പ്ലസ് മജന്ത വെള്ള, ചുവപ്പ് പ്ലസ് സിയാൻ വെള്ള, നീല പ്ലസ് മഞ്ഞ വെള്ള. ഒരു ദ്വിതീയ വർണ്ണത്തോടൊപ്പം അതിൽ ഉൾപ്പെടാത്ത പ്രാഥമിക വർണ്ണം ചേരുമ്പോൾ ലഭിക്കുന്നത് ധവളപ്രകാശമാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അധാര്യ വസ്തുക്കൾ ഒപ്പേക്ക് ഓബ്ജക്ട്സ്. ഉദാഹരണം തടി, കല്ല്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർദ്ധധാര്യ വസ്തുക്കൾ ട്രാൻസ്ലുലൻറ്റ് ഓബ്ജക്ട്സ്. ഉദാഹരണം ഓയിൽ, പേപ്പർ, വായു. ധവളപ്രകാശത്തിലെ ഏത് ഘടക വർണ്ണത്തെയാണോ ഒരു സുതാര്യ വസ്തു കടത്തിവിടുന്നത് ആ നിറത്തിലായിരിക്കും ആ വസ്തു കാണപ്പെടുന്നത്. ഒരു സുതാര്യ വസ്തു എല്ലാ നിറങ്ങളെയും കടത്തിവിട്ടാൽ ആ വസ്തുവിൻ്റെ നിറം ഉണ്ടായിരിക്കുകയില്ല. ഉദാഹരണം ശുദ്ധജലം. ധവളപ്രകാശത്തിലുള്ള ഒരു അധാര്യ വസ്തുവിൽ നിന്ന് ഏത് വർണ്ണമാണോ പ്രതിപതിച്ചു വരുന്നത് അതായിരിക്കും ആ വസ്തുവിൻ്റെ നിറം. ഒരു അധാര്യ വസ്തു സൂര്യപ്രകാശത്തിൽ പ്രതിപതിക്കുന്ന വർണ്ണമാണ് അതിൻ്റെ സ്വാഭാവിക നിറം. ഒരു അധാര്യ വസ്തു ധവളപ്രകാശത്തിലെ എല്ലാ വർണ്ണങ്ങളെയും ആഗീകരണം ചെയ്താൽ ആ വസ്തു കാണപ്പെടുന്ന നിറം കറുപ്പ്. ഒരു അധാര്യ വസ്തു അതിൽ പതിക്കുന്ന എല്ലാ വർണ്ണങ്ങളെയും പ്രതിപതിപ്പിക്കുന്നുവെങ്കിൽ, അതായത് ഒരു വർണ്ണത്തെ ആഗീകരണം ചെയ്യുന്നില്ല എങ്കിൽ ആ വസ്തു കാണപ്പെടുന്ന നിറം വെളുപ്പ്. ഒരു ചുവന്ന പൂവ് നീലപ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം കറുപ്പ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം പച്ച. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? ചുവപ്പ്. വസ്തുവിൻ്റെ യഥാർത്ഥ നിറം വിവിധ നിറത്തിലുള്ള ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴുള്ള വസ്തുവിൻ്റെ നിറം. വെള്ള നീല ഗ്ലാസ്സിൽ നീല, പച്ച ഗ്ലാസ്സിൽ പച്ച, മഞ്ഞ ഗ്ലാസ്സിൽ മഞ്ഞ. മഞ്ഞ നീല ഗ്ലാസ്സിൽ കറുപ്പ്, പച്ച ഗ്ലാസ്സിൽ പച്ച, മഞ്ഞ ഗ്ലാസ്സിൽ മഞ്ഞ. നീല
നീല ഗ്ലാസ്സിൽ നീല, പച്ച ഗ്ലാസ്സിൽ കറുപ്പ്, മഞ്ഞ ഗ്ലാസ്സിൽ കറുപ്പ്. പച്ച, നീല ഗ്ലാസ്സിൽ കറുപ്പ്, പച്ച ഗ്ലാസ്സിൽ പച്ച, മഞ്ഞ ഗ്ലാസ്സിൽ പച്ച. ചുവപ്പ്, നീല ഗ്ലാസ്സിൽ കറുപ്പ്, പച്ച ഗ്ലാസ്സിൽ കറുപ്പ്, മഞ്ഞ ഗ്ലാസ്സിൽ ചുവപ്പ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണങ്ങളെ ആഗീകരണം ചെയ്ത് തരംഗദൈർഘ്യം കൂടിയ ദൃശ്യപ്രകാശം ഉത്സർജിക്കുന്ന സ്വഭാവമുള്ള വസ്തുക്കളാണ് ഫ്ലൂറസെൻറ്റുകൾ. ഏത് നിറത്തിലാണോ കാണപ്പെടുന്നത് ആ വർണ്ണത്തെ മാത്രം പ്രതിഫലിപ്പിക്കുകയും ബാക്കി വർണ്ണങ്ങളെ ആഗീകരണം ചെയ്യുകയും ചെയ്യുന്നവയാണ് പിഗ്മെൻറ്റുകൾ. ചില പ്രത്യേക വർണ്ണങ്ങളെ മാത്രം കടത്തിവിടുന്ന സുതാര്യ വസ്തുക്കളാണ് കളർ ഫിൽറ്ററുകൾ. അതാത് വർണ്ണങ്ങളെ മാത്രം കടത്തിവിടുന്ന കളർ ഫിൽറ്ററുകളാണ് പച്ച, നീല, ചുവപ്പ്. ഘടകവർണ്ണങ്ങളെ കൂടി കടത്തിവിടുന്ന കളർ ഫിൽറ്ററുകളാണ് മഞ്ഞ, മജന്ത, സിയ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.